ഹലോ, ഇന്ന് ഞാനൊരു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് പൊറോട്ട വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ 2 മണിക്കൂർ മുന്നേ തന്നെ മാവ് കുഴച്ച് സെറ്റാക്കണം. അപ്പോൾ ആവശ്യത്തിന് മൈദയും ഉപ്പും കുറച്ച് പഞ്ചസാരയും ഓയിലും ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക. വേണമെങ്കിൽ നമുക്ക് മുട്ടയും ചേർക്കാം. ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആയതിനു ശേഷം ഒരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം വീണ്ടും ഇതേപോലെ നന്നായിട്ട് കുഴച്ച് ഉരുളകളാക്കി മാറ്റുക. ഏകദേശം ഒരു 1/2 kg മൈദയിൽ നിന്ന് നമുക്ക് 8 മുതൽ 10 വരെ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതേപോലെ കുഴച്ചതിന് ശേഷം ഉരുളകളാക്കി വയ്ക്കുക. അതിനുശേഷം ഓരോ ഉരുളകളായി എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഉരുളകളാക്കുന്ന സമയത്ത് അത്യാവശ്യം സൈസിൽ തന്നെ നമുക്ക് ഉരുളകളാക്കുന്നതാണ് നല്ലത്. എന്നാലേ നമുക്ക് മാക്സിമം സൈസിൽ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ ഒരു ഷീറ്റിൽ മൈദ ഇട്ടതിന് ശേഷം തിരിച്ചും മറിച്ചുവിട്ട് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് മൈദ തൂക്കി കൊടുക്കണം, എന്നാലേ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആയിട്ടില്ലെങ്കിലൊന്നും പ്രോബ്ലം ഇല്ല, കാരണം വീണ്ടും നമ്മളിതിനെ പരത്തുന്നതാണ്. അപ്പം മാക്സിമം സൈസിൽ തന്നെ ഇതേപോലെ നമ്മൾ പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മളിതിൻ്റെ മുകളിൽ ഓയിൽ അപ്ലൈ ചെയ്യണം. ഇതിന് നമ്മൾ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. അപ്പോൾ നന്നായിട്ട് ഒരു ഓയിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് മൈദ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാരിക്കെല്ലാം പ്ലീറ്റ് ഇടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് മടക്കുക. ഇതേപോലെ മടക്കുക. അതിനുശേഷം 2 സൈഡിൽ നിന്ന് നന്നായിട്ട് വലിക്കുക. ഇതേപോലെ നന്നായിട്ട് 2 സൈഡിൽ നിന്ന് വലിക്കുക. അതിനുശേഷം റോൾ ചെയ്ത് എടുക്കുക. ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് വരുന്ന പോർഷൻ അടിയിലേക്ക് വയ്ക്കുക. ഓക്കെ, അതിനുശേഷം മേലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനെന്നിട്ട് പ്ലേറ്റിലോട്ട് മാറ്റുക. അതിൻ്റെ മേലെ കുറച്ചൊന്ന് എണ്ണ വെച്ച് കൊടുക്കുക. വീണ്ടും ഒന്നും കൂടെ പരത്തുകയാണ്. അതേപോലെ മാക്സിമം സൈസിൽ പരത്തുക. പരത്താൻ വേണ്ടി നമുക്ക് ഒരു ചപ്പാത്തി പലകയോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഷീറ്റോ ഉപയോഗിക്കാം. അപ്പം നന്നായിട്ട് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ച് മറിച്ച് വിട്ടിട്ട് പരത്തിയെടുക്കുക. ഓക്കെ, അത്യാവശ്യം നല്ല സൈസിൽ തന്നെ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച പോലെ ഇതിന് മുകളിലും നമ്മൾ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം കുറച്ചൊരു മൈദ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം സാരിക്ക് പ്ലീറ്റ് എടുക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് മടക്കിയെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ നല്ല നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ലെയറാക്കിയിട്ട് മടക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ 2 സൈഡിൽ നിന്നും നന്നായിട്ട് വലിക്കുക. അതിനുശേഷം ഇതേപോലെ റോൾ ചെയ്തിട്ടെടുക്കാം. ലാസ്റ്റ് വരുന്ന പോർഷൻ ഇതേപോലെ അടിയിലോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം മേൽഭാഗം ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാ ഉരുളകളും നമ്മൾ ഇതേപോലെ ലെയറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം അതിന് മുകളിൽ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലെയറാക്കി വെച്ചിട്ടില്ലേ, അതെടുത്തിട്ട് ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇത് പരത്തുന്നതിന് നമുക്ക് കൈ ഉപയോഗിച്ചിട്ടും പരത്താം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടും പരത്താം. കൈ കൊണ്ട് പരത്തുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് പരത്താൻ പറ്റും. പരത്തുമ്പോൾ ഒരിക്കലും നമ്മൾ തിരിച്ചിട്ട് പരത്താൻ പാടില്ല. നമ്മൾ ആ വെച്ചിരിക്കുന്ന അതേ ഭാഗം വെച്ചിട്ട് തന്നെ വേണം നമ്മൾ പരത്താൻ. നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ലെയറെല്ലാം പോകും. അപ്പോൾ നമ്മൾ ആ എടുക്കണ
ആ സൈഡ് വെച്ചിട്ട് തന്നെ നമ്മൾ പരത്തണം. അപ്പോൾ നമ്മുടെ കൈപ്പത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം സൈസിൽ നമ്മളിപ്പം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ചൂടായ പാനിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മളിത് ഒരു നല്ല അത്യാവശ്യം ചൂടുള്ളൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് എണ്ണ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് പാനിലോട്ട് വെക്കുന്ന സമയത്ത് തന്നെ പാനിൽ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്യണം. അപ്പം ഒരു സൈഡ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തീ എപ്പോഴും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല തീ വേണം, പക്ഷേ ഹൈ ഫ്ലെയിം പാടില്ല. അപ്പം നമ്മൾ ഒരു സൈഡ് ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് തിരിച്ചിട്ടു. തിരിച്ചിടുന്ന സമയത്ത് നമുക്ക് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഇതേപോലെ നമുക്ക് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മറ്റേ സൈഡ് വേവിക്കാം. അപ്പം ഒരു സൈഡ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് ഇതേപോലെ വേവിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ചപ്പാത്തി വടി കൊണ്ട് എങ്ങനെയാണ് പരത്തുക എന്നുള്ളത് കാണിക്കുകയാണ്. പരത്തുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പരത്തുന്നതിനനുസരിച്ചിട്ട് അത് ചെറുതായിട്ട് വരും. ആദ്യം അങ്ങനെ ഉണ്ടാകും. പിന്നെ നമ്മൾ വീണ്ടും കൈ ഉപയോഗിച്ചിട്ട് പരത്തി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ നല്ല സൈസിൽ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏതാണോ സൗകര്യം അതിനനുസരിച്ചിട്ട് പരത്താം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മളത് തിരിച്ചിട്ട് പരത്താൻ പാടില്ല. നമ്മൾ ആ സെയിം സൈഡ് തന്നെ പരത്തണം. അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ പരത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ ചുട്ടെടുത്തതുപോലെ ചട്ടിയിലിട്ട് ചുട്ടെടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് എണ്ണ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പം എല്ലാം ഇതും ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഏകദേശം ഒരു 5 പൊറോട്ടയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അട്ടിയായിട്ട് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ അടിക്കുമ്പോഴാണ് നമുക്കറിയാലോ നല്ല ലെയറും സോഫ്റ്റും ആയിട്ട് മാറുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടോടെ തന്നെ രണ്ട് സൈഡിൽ നിന്നും അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ലെയേർഡായിട്ടുള്ള സോഫ്റ്റ്